ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരത്തോൺ MCQ ആണ്. എന്താണ് ടോപ്പിക്? കലയും സാംസ്കാരികവും എന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മാരത്തോൺ MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒറ്റ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. LDC എന്നൊക്കെ പറയുമ്പോൾ ഈ കലയും സംസ്കാരവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. 24 ക്വസ്റ്റ്യൻസ് അടക്കം ചോദിച്ച ഒരു ടോപ്പിക്കാണ് കലയും സംസ്കാരവും. LDCയിൽ 24 ക്വസ്റ്റ്യൻസ് അടക്കം ഇതിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണെന്നാണ് ചോദ്യം. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മധുരൈ കാഞ്ചി, ഓപ്ഷൻ ബി പതിറ്റൂപത്ത്, ഓപ്ഷൻ സി തിരുക്കുറൽ, ഓപ്ഷൻ ഡി വാഴപ്പള്ളി ശാസനം. അപ്പോൾ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓണം അല്ലേ? ഓണത്തെ കേരളത്തിന്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച വർഷം ഏതാണെന്നറിയാമോ? 1961 ഓണത്തെ കേരളത്തിന്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത്. എന്നാണ് 1961. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ് അല്ലെ? സാംസ്കാരിക ഉത്സവം തൃശ്ശൂർ പൂരമാണ് അല്ലെ? തൃശ്ശൂർ പൂരത്തിന്റെ വേദി എവിടെയാണ്? തേക്കിൻകാട് മൈതാനമാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ശക്തൻ തമ്പുരാനാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓണം അല്ലെ? ഓണത്തെ കേരളത്തിന്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1961. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. സാംസ്കാരിക ഉത്സവം തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, കേരളത്തിന്റെ തനത് സംഗീത ശൈലി ഏതാണ്? സോപാന സംഗീതം, ലളിത സംഗീതം, കർണാടക സംഗീതം, നാടൻ പാട്ടുകൾ. കേരളത്തിന്റെ തനത് സംഗീത ശൈലി ഏതാണ്? സോപാന സംഗീതമാണ്. ഓക്കെ, എന്താണ് സോപാന സംഗീതം? കേട്ടിട്ടുണ്ടോ? നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. അതായത് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നട അടച്ച് തുറക്കലിനാണ് സാധാരണയായി സോപാന സംഗീതം അവതരിപ്പിക്കാറുള്ളത്. അമ്പലവാസിമാരാർ പൊതുവാൾ സമുദായത്തിൽപ്പെട്ടവരാണ് സോപാന സംഗീതം സാധാരണയായി അവതരിപ്പിക്കുന്നത്. ഇടയ്ക്കാണ് സോപാന സംഗീതത്തിൽ സാധാരണ വാദ്യമായി ഉപയോഗിക്കുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നടയടച്ച് തുറക്കലിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് അല്ലെങ്കിൽ ഒരു ഗാനമാണ് ഏത്? സോപാന സംഗീതം. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വാർത്തകളിൽ കണ്ട അനാഹത് സിംഗ് ഏത് കായിക ഇനത്തിലാണ് കളിക്കുന്നത്? വാർത്തകളിൽ കണ്ട അനാഹത് സിംഗ് ഏത് കായിക ഇനത്തിലാണ് കളിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഭാരോദ്വഹനം, ചെസ്, സ്ക്വാഷ്, ടെന്നീസ്. ഏതിലാണ്? സ്ക്വാഷിലാണ് കളിക്കുന്നത്. ഓക്കെ, വാർത്തകളിൽ കണ്ട അനാഹത് സിംഗ് ഏത് കായിക ഇനത്തിലാണ് കളിക്കുന്നത്? സ്ക്വാഷിലാണ് കളിക്കുന്നത്. സ്ക്വാഷ് എന്നുള്ളൊരു കായികനം എന്ന് പറയുന്നത് റാക്കറ്റ്സ്. പണ്ട് കാലത്ത് 18ാം നൂറ്റാണ്ടിലൊക്കെ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഒരു കളിയാണ് സ്ക്വാഷ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് അത് റാക്കറ്റ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് നമ്മൾ പന്ത് ചുമരിലേക്ക് അടിച്ചിട്ടാണ് ഈ കളി കളിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇരു കളികളിലും പന്ത് ചുമരിലേക്കാണ് അടിക്കുന്നത്. റാക്കറ്റ്സ് ഇപ്പോൾ വേറൊരു കളിയുണ്ട്, പക്ഷേ ഈ റാക്കറ്റ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇത് സ്ക്വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ പന്ത് എന്താ സ്ക്വാഷിൽ എന്താണ്? ചുമരിലേക്ക് അടിച്ചിട്ടാണ് സ്ക്വാഷ് എന്നുള്ള ഗെയിം കളിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? അറിയാം അല്ലേ? നമുക്ക് ഓപ്ഷൻസ് ഒന്നും വേണ്ട കാര്യമില്ല, എന്നാലും നമുക്ക് നോക്കാം. മാനവേദൻ രാജ, കോട്ടയത്ത് തമ്പുരാൻ, ഓപ്ഷൻ സി ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ഡി കൊട്ടാരക്കര തമ്പുരാൻ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? നമുക്കറിയാം, ഉണ്ണായി വാര്യരാണ് അല്ലേ? നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യരാണ്. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു ചോദ്യമാണ്, നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത് ഉണ്ണായി വാര്യർ എഴുതിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നളചരിതം കിളിപ്പാട്ട് രചിച്ചത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരാണ്. നളചരിതം ഉണ്ണായി വാര്യർ എന്ന് പഠിച്ചു വെക്കരുത് കേട്ടോ. നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരാണ് രചിച്ചത്. എന്നാൽ നളചരിതം കിളിപ്പാട്ട് രചിച്ചത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ഓക്കെ, ഉണ്ണായി വാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. ഓക്കെ, അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകൾ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. ഓക്കെ,
അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. വാക്കർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാക്കർ കപ്പ് ക്രിക്കറ്റ് ആണോ, ഫുട്ബോൾ ആണോ, ഫെൻസിംഗ് ആണോ, ഗോൾഫ് ആണോ? വാക്കർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ് എന്ന കായിക ഇനവുമായിട്ടാണ് വാക്കർ കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. വെട്ടതുനാടൻ, കപ്ലിങ്ങോടൻ, കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൂടിയാട്ടമാണോ, കഥകളിയാണോ, ഓട്ടൻതുള്ളലാണോ, അതോ ചാക്യാർ കൂത്താണോ? ഏതാണ്? കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വെട്ടതുനാടൻ, കപ്ലിങ്ങോടൻ, കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി, അല്ലെ? കഥകളിയുടെ ആദ്യകാല നാമം എന്തായിരുന്നു അറിയാം, അല്ലെങ്കിൽ ആദ്യകാല രൂപം എന്ന് പറയുന്നത് രാമനാട്ടമായിരുന്നു. അപ്പൊ കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടവും സാഹിത്യ രൂപം ആട്ടക്കഥയുമാണ്. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? മലയാളമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? മലയാളമാണ്. ഇനി കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്കൃതമാണ്. ഓക്കെ. അപ്പൊ കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടമാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേട്ടോ കഥകളി എന്ന് പറയുന്നത്. വെട്ടത്ത് സമ്പ്രദായം എന്ന ആദ്യകാലത്ത് അറിയപ്പെടുന്ന കലാരൂപവും കഥകളി തന്നെയാണ്. നമ്മൾ കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില എന്നിവയൊക്കെയാണ് നമ്മൾ കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ. ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. സോപാന സംഗീതം നമ്മൾ പറഞ്ഞതാണ്, അല്ലെ? കഥകളിയിലെ ആദ്യ ചടങ്ങ് അറിയപ്പെടുന്നത് കേളിക്കൊട്ട് എന്ന പേരിലാണ്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം. അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ധനാശി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ ചടങ്ങ് കേളിക്കൊട്ടും അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. നമ്മൾ കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും 5ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. അതായത് പച്ച എന്ന് പറയുന്നത് സാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ്. അതായത് ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ ദേവന്മാരെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് സാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകളിയിലെ വേഷമാണ് ഇത് പച്ച എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് കത്തി, അല്ലെ? ആ പേരിൽ തന്നെയുണ്ട്. ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് കത്തി. അതായത് കംസൻ, രാവണൻ തുടങ്ങിയവരെയൊക്കെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് കത്തി എന്ന് പറയുന്നത്. കരിയാണെങ്കിൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് കരി എന്ന് പറയുന്നത്. അപ്പൊ പച്ച സാത്വിക കഥാപാത്രം, കത്തി എന്ന് പറയുന്നത് ദുഷ്ട കഥാപാത്രം. കൈ കത്തിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതായത് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് കരി എന്ന് പറയുന്നത്. ഇനി താടി, പ്രധാനമായും 3 തരം താടി വേഷങ്ങളാണുള്ളത്. വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. വെളുത്ത താടി എന്ന് പറയുന്നത് മനുഷ്യാതീതമായ കഴിവുള്ള ഹനുമാനെ പോലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന വേഷമാണ് ഈ വെള്ളത്താടി അല്ലെങ്കിൽ വെളുത്ത താടി എന്ന് പറയുന്നത്. ചുവന്ന താടി എന്ന് പറയുമ്പോൾ ദുഷ്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന വേഷമാണ് ചുവന്ന താടി. കറുത്ത താടി എന്ന് പറയുമ്പോൾ ഈ വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ കഥകളി വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ച, കത്തി, താടി, കരി. അപ്പൊ നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞു. അവസാനത്തെ മിനുക്ക് നമുക്കറിയാം, അല്ലെ? സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് ഏത്? മിനുക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. രഞ്ജി ട്രോഫിയിൽ അടുത്തിടെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണെന്നാണ് ചോദ്യം. രഞ്ജി ട്രോഫിയിലാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ദിനേശ് കാർത്തിക്, പൃഥ്വി ഷാ, പാർത്ഥിവ് പട്ടേൽ, ശുഭ്മാൻ ഗിൽ. ആരാണ്? റൈറ്റ് ആൻസർ പൃഥ്വി ഷാ ആണ്. ഓക്കെ. രഞ്ജി ട്രോഫിയിൽ അടുത്തിടെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാരാണ്? പൃഥ്വി ഷാ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഇന്ന് ഈ ക്ഷേത്രത്തിൽ കഥകളിയുണ്ട് എന്നറിയിക്കുന്ന കഥകളിലെ ചടങ്ങ്. നോക്കിക്കേ, കഥകളിയിലെ 2ാമത്തെ ചോദ്യമാണ് വന്നിരിക്കുന്നത്, അല്ലെ? ഇന്ന് ഈ ക്ഷേത്രത്തിൽ കഥകളിയുണ്ട് എന്നറിയിക്കുന്ന കഥകളിയിലെ ചടങ്ങ് ഏതാണ്? അരങ്ങുകേളി, ഗണപതിക്കുട്ട്, തോടയം, കേളി. ഏത് ചടങ്ങാണ്? കേളിക്കൊട്ട്. നമ്മൾ പറഞ്ഞു കഥകളിയിലെ ആദ്യ ചടങ്ങാണ് കേളി എന്ന് പറയുന്നത്. അതായത് എല്ലാവരും അറിയിക്കാൻ ഇന്ന് ഈ ക്ഷേത്രത്തിൽ കഥകളി ഉണ്ട് എന്നറിയിക്കുന്ന കഥകളിയിലെ ചടങ്ങാണ് കേളി. കേളിക്കൊട്ട് വേറെ രീതിയിൽ ചോദിക്കാം. കഥകളിയിലെ ആദ്യ ചടങ്ങാണ് കേളിക്കൊട്ട് എന്ന് പറയുന്നത്. അവസാനിപ്പിക്കുന്ന ചടങ്ങ് ഏതാണ്? ധനാശി എന്നാണ്, അല്ലെ? ആരംഭിക്കുമ്പോൾ ആദ്യമേ ആലപിക്കുന്ന ഗാനം ഏതാണ്? തിരനോട്ടമാണ്, അല്ലെ? ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? സോപാന സംഗീതമാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ?
കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ്. കോട്ടയത്ത് തമ്പുരാൻ. അപ്പൊ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാനവേദൻ രാജാവാണ്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പോൾ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാനവേദൻ രാജാവ്. കഥകളുടെ ഉപജ്ഞാതാവ് ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, എന്തുമായി ബന്ധപ്പെട്ടതാണ് ആഡ്മിറൽസ് കപ്പ്? അപ്പൊ ഡാഷുമായി ബന്ധപ്പെട്ടതാണ് ആഡ്മിറൽസ് കപ്പ് എന്നാണ് ചോദ്യം. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ബോക്സിംഗ്, സ്ക്വാഷ്, ബില്യാർഡ്, കപ്പലോട്ടം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കപ്പലോട്ടം. അപ്പൊ ആഡ്മിറൽ കപ്പ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കപ്പലോട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, ചവറ പാറുക്കുട്ടി ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ കഥകളി സംഗീതം, ഓപ്ഷൻ ബി സോപാന സംഗീതം. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം അല്ലെ. അപ്പൊ കഥകളി സംഗീതം എന്ന് പറയുന്നത് തന്നെയാണോ സോപാന സംഗീതം? ഓപ്ഷൻ സി കഥകളി. ഓപ്ഷൻ ഡി അഷ്ടപതിയാട്ടം. അപ്പോ ചവറ പാറുക്കുട്ടി ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കഥകളിയാണ്. കഥകളിയിൽ ചോദിച്ചിട്ടുള്ള 3ാമത്തെ ചോദ്യമാണ്. കണ്ടോ, കഥകളി ഇപ്പൊ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ചവറ പാറുക്കുട്ടി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, ടൊമാറ്റോ ക്യാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടൊമാറ്റോ ക്യാൻ. ബോക്സിംഗ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ്. ഓപ്ഷൻ എ ബോക്സിംഗ്, ഓപ്ഷൻ ബി ക്രിക്കറ്റ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ടെന്നീസ്. ഏതാണ് റൈറ്റ് ആൻസർ? നോക്കി, ഏതായിരിക്കും? ബോക്സിംഗ് ആണ് അല്ലെ. ടൊമാറ്റോ ക്യാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ബോക്സിംഗുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, കേരളത്തിലെ സ്ത്രീകൾ മാത്രം കെട്ടിയാടുന്ന തെയ്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദേവക്കൂത്ത് തെയ്യം, ഓപ്ഷൻ ബി പടമടക്കി ഭഗവതി തെയ്യം, ഓപ്ഷൻ സി പാടിക്കുട്ടി അമ്മ തെയ്യം, ഓപ്ഷൻ ഡി മുച്ചിലോട്ടമ്മ തെയ്യം. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ മാത്രം കെട്ടിയാടുന്ന തെയ്യം ഏതാണ്? ദേവക്കൂത്ത് തെയ്യം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ദേവക്കൂത്ത് തെയ്യം. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് കായിക ഇനത്തിലെ കളിക്കാരുടെ എണ്ണമാണ് 11? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഹോക്കി, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ഇവയെല്ലാം. നോക്കിക്കേ, ഓടിയിട്ട് ക്രിക്കറ്റാ, എനിക്കറിയാം 11 പേരാണ് ക്രിക്കറ്റിൽ കളിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ എഴുതരുത്. അടുത്ത ഓപ്ഷൻ നോക്കണം. ഓപ്ഷൻ ബി ഹോക്കി. ഹോക്കിയിലും 11 കളിക്കാരാണ് ഉണ്ടാവുക. ഫുട്ബോളിലും അതെ 11 പേരായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം, 2023 ഭുവനേശ്വറിൽ നടന്ന പുരുഷ ഹോക്കി ലോകകപ്പ് നേടിയ രാജ്യം. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ വീണ്ടും ഒരു ചോദ്യമുണ്ട് അല്ലേ. പുരുഷ ഹോക്കി ലോകകപ്പ് 2023 നടന്ന എവിടെയാണ്? ഭുവനേശ്വറിലാണ്. അപ്പോൾ നേടിയ രാജ്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ബെൽജിയം, ഓപ്ഷൻ ഡി ജർമ്മനി. ഏത് രാജ്യമാണ് 2023 ഭുവനേശ്വറിൽ നടന്ന പുരുഷ ഹോക്കി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ജർമ്മനിയാണ്. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എഴുത്തോല എന്നത് ഏത് സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്? മലയാള സർവകലാശാല. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മലയാള സർവകലാശാല, എഴുത്തോലയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ സി സാഹിത്യ അക്കാദമി, ഓപ്ഷൻ ഡി സംഗീത നാടക അക്കാദമി. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ എഴുത്തോല എന്നത് ഏത് സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്? മലയാള സർവകലാശാലയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് എഴുത്തോല എന്നത്. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കായിക ദിനം ആചരിച്ചത് ഏത് വർഷം മുതലാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 2012, ഓപ്ഷൻ ബി 2014, ഓപ്ഷൻ സി 2017, ഓപ്ഷൻ ഡി 2018. അപ്പൊ ഏത് വർഷം മുതലാണ് ആദ്യമായി ദേശീയ കായിക ദിനം ആചരിക്കാൻ തുടങ്ങിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2012 മുതലാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കായിക ദിനം ആചരിക്കാൻ തുടങ്ങിയത്. എന്നാണ് ദേശീയ കായിക ദിനം? എന്നാണ്? ഓഗസ്റ്റ് 29-നാണ്. ധ്യാൻചന്ദ്, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29 എന്ന് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 2012 മുതലാണ്. അടുത്ത ചോദ്യമാണ് 17ാമത്തെ ചോദ്യം, ദേവദാസി നൃത്തം പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ
പുനരുജ്ജീവിപ്പിച്ചത് ആരാണ്? അപ്പോൾ ദേവദാസി നൃത്തം ഇപ്പോൾ ഏത് പേരിലാണ്, അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതങ്ങനെ ആക്കിയത് ആരാണ്? ധർമ്മരാജ. ഓപ്ഷൻ എ ധർമ്മരാജ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ. അപ്പോൾ ദേവദാസി നൃത്തം പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ പുനരുജ്ജീവിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. മോഹിനിയാട്ടം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്? കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം, അല്ലെ? കേരളത്തിന്റെ തനത് നൃത്തരൂപം എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം തന്നെയാണ്, അല്ലെ? ദേവദാസി സമ്പ്രദായത്തിലായിരുന്നു, പിന്നീട് അതെങ്ങനെയായി? ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം. അങ്ങനെയാണ് ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപമായിട്ട് മോഹിനിയാട്ടം മാറിയത്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണി കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം എന്താണ്? ലാസ്യമാണ്. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് കർണാട്ടിക് സംഗീതമാണ്. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ചത് കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ്? വള്ളത്തോളാണ്. ഓക്കെ, അപ്പൊ മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന് ശേഷം കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ. സ്വാതി തിരുനാൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ്. ഗർഭ ശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകൾ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേരെന്താണ്? രാമവർമ്മ എന്നാണ്. തിരുവനന്തപുരത്ത് രാജാ ഫ്രീ സ്കൂൾ ആരംഭിച്ച രാജാവുമാര് തന്നെയാണ് സ്വാതി തിരുനാൾ തന്നെയാണ്. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവും തിരുവിതാംകൂറില് വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവും ആര് തന്നെയാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച കലാരൂപം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കൂത്ത്, ഓപ്ഷൻ ബി ഓട്ടൻതുള്ളൽ, ഓപ്ഷൻ സി കേരള നടനം, ഓപ്ഷൻ ഡി കൂടിയാട്ടം. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച കലാരൂപം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കേരള നടനം. കേരളത്തില് പ്രചാരത്തിലുള്ള പ്രധാന കലാരൂപങ്ങളാണ് കൂത്ത്, ഓട്ടൻതുള്ളൽ, കേരള നടനം, ഗദ്ദിക തുടങ്ങിയവയെല്ലാം. ഓക്കെ, അതിൽ കൂത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് കൂത്ത്. ഏകാംഗ അഭിനയശൈലി പിന്തുടരുന്ന കലാരൂപമാണ് കൂത്ത്. കൂത്ത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ്, അതുകൊണ്ടാണ് അതിന് കൂത്ത് എന്നുള്ളൊരു പേര്. കൂത്തമ്പലത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. കൂടിയാട്ടത്തിൽ സ്ത്രീവേഷങ്ങൾ കെട്ടുന്നത് ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഓട്ടൻതുള്ളലാണ്, അല്ലെ? ഓട്ടൻതുള്ളൽ എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ കഥകളി എന്നാണ് ഓട്ടൻതുള്ളൽ അറിയപ്പെടുന്നത്. 18ാം നൂറ്റാണ്ടില് കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടൻതുള്ളൽ ആദ്യമായി പരിചയപ്പെടുത്തിയത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ടും അദ്ദേഹം തന്നെയാണ് അറിയപ്പെടുന്നത്. ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്, അല്ലെ? തുള്ളലുകൾ പ്രധാനമായും 3 വിധമാണ്: ഓട്ടൻതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. അതിന്റെ പേരാണ് ശീതങ്കൻ തുള്ളൽ എന്ന് കേട്ടോ. കുഞ്ചൻ ദിനം എന്നാണ്? മെയ് 5-നാണ് കുഞ്ചൻ ദിനം. അപ്പൊ നമ്മുടെ ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച കലാരൂപം ഏതായിരുന്നായിരുന്നു ചോദ്യം. അത് ഏതായിരുന്നു? കേരള നടനമായിരുന്നു, അല്ലെ? അപ്പൊ കഥകളിൽ നിന്ന് ഉടലെടുത്ത നൃത്തരൂപമാണ് കേരള നടനം. ഗുരു ഗോപിനാഥ് ആണ് അതിന്റെ സൃഷ്ടാവ് നമ്മൾ പറഞ്ഞു. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം ആയിട്ട് അറിയപ്പെടുന്നത് വട്ടിയൂർക്കാവാണ്. അടുത്തൊരു കലാരൂപമാണ് ഇത് ഗദ്ദിക എന്ന് പറയുന്നത്. കേരളത്തിൽ പ്രചാരത്തിലുള്ള പ്രധാന കലാരൂപങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? കൂത്ത്, ഓട്ടൻതുള്ളൽ, കേരള നടനം, അതുപോലെ തന്നെ ഗദ്ദിക. ഈ ഗദ്ദിക എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കുക എന്നാണ്. വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിലെ ചടങ്ങാണ് ഗദ്ദിക എന്ന് പറയുന്നത്. ഗദ്ദികയുടെ വാക്കിന്റെ അർത്ഥം എന്താണ്? ഒഴിപ്പിക്കുക എന്നാണ്, അല്ലെ? പ്രശസ്ത ഗദ്ദിക കലാകാരനാണ് PK കാളൻ. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. ദേവ്ധർ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേവ്ധർ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ക്രിക്കറ്റ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ബാഡ്മിന്റൺ. ഏതാണ് റൈറ്റ് ആൻസർ? ദേവ്ധർ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ക്രിക്കറ്റ്. ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്, അല്ലെ? ആധുനിക ക്രിക്കറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ഗിൽബർട്ട് ഗ്രേസ് ആണ്. ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ICC, അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ്. ICC സ്ഥാപിതമായ വർഷം
1909 ജൂൺ 15-നാണ്. 1909 ജൂൺ 15-നാണ് ICC സ്ഥാപിതമായത്. ICCയുടെ ആസ്ഥാനവും ദുബായ് തന്നെയാണ്. ക്രിക്കറ്റ് രൂപം കൊണ്ടത് ഇംഗ്ലണ്ടാണ്. ICCയുടെ ആസ്ഥാനം ദുബായ് ആണ് അല്ലെ. ക്രിക്കറ്റ് പിച്ചിന് നീളം 22 യാർഡ്, അതായത് 20 മീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ക്രിക്കറ്റ് ക്ലബ്ബായിട്ട് അറിയപ്പെടുന്നത് കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബാണ്. അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രാജാ രവിവർമ്മ, ഓപ്ഷൻ ബി KCS പണിക്കർ, ഓപ്ഷൻ സി ആർട്ടിസ്റ്റ് നമ്പൂതിരി, ഓപ്ഷൻ ഡി MV ദേവൻ. ആധുനിക ചിത്രകലയുടെ പിതാവാണ് ആരാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി KCS പണിക്കർ. അപ്പോൾ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? KCS പണിക്കരാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവാണ് KCS പണിക്കർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വെറുതെ ചോദിക്കുകയാണ്, കേരളത്തിലൊന്നും ചോദിച്ചിട്ടില്ല. ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് പാബ്ലോ പിക്കാസോ ആണ്. ചിത്രകലയുടെ പിതാവ് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. അപ്പോൾ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KCS പണിക്കർ, ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാബ്ലോ പിക്കാസോ, ചിത്രകലയുടെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയനാർഡോ ഡാവിഞ്ചി. ഇനി ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് മുഗൾ സ്കൂൾ ഓഫ് പെയിന്റിങ്ങിന്റെ ആരംഭമാണ്. മുഗൾ സ്കൂൾ ഓഫ് പെയിന്റിംഗ് ആരംഭിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണെന്ന് അറിയാമോ? അക്ബറിന്റെ കാലത്താണ്. AD 1560 1560 ആ കാലഘട്ടത്തിലാണ് മുഗൾ സ്കൂൾ ഓഫ് പെയിന്റിംഗ് ആരംഭിച്ചത്. അപ്പോൾ മുഗൾ സ്കൂൾ ഓഫ് പെയിന്റിങ്ങിന്റെ ആരംഭമാണ് ഇന്ത്യൻ ചിത്രകലയുടെ നാഴികക്കല്ല് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം. വിവ് വാഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബാഡ്മിന്റൺ, ഓപ്ഷൻ ബി വോളിബോൾ, ഓപ്ഷൻ സി സ്ക്വാഷ്, ഓപ്ഷൻ ഡി ടേബിൾ ടെന്നീസ്. വിവ് വാഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ടേബിൾ ടെന്നീസ്. അടുത്ത ചോദ്യം, 22ാമത്തെ ചോദ്യം. കൂടിയാട്ടം കണ്ടോ? കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, അങ്ങനെ തുടങ്ങി ഈ കലയിൽ നിന്ന്, ഈ നൃത്തകലയിൽ നിന്ന് തന്നെ 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട് നൃത്തകലയിൽ തന്നെ അല്ലേ. അപ്പോൾ അതിൽ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 21. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 24. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. ക്ഷേത്രവളപ്പില് കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ്? മിഴാവാണ്. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസമാണ് വേണ്ടിവരിക. അതിലുപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം എത്രയാണ്? 24 ആണ് അല്ലേ. കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് 2 കഥാപാത്രങ്ങളിലൂടെയാണ്. പുരുഷ കഥാപാത്രവുമുണ്ട്, സ്ത്രീ കഥാപാത്രവുമുണ്ട്. പുരുഷ കഥാപാത്രം ശാക്യാരായിട്ടും സ്ത്രീ കഥാപാത്രം നങ്ങ്യാർ ആയിട്ടുമാണ് അവതരിപ്പിക്കുന്നത് കൂടിയാട്ടം. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മനൂർ മാധവ ചാക്യാരാണ്. കുടൽമാണിക്യ ക്ഷേത്രത്തിലും ഇരിങ്ങാലക്കുടയിലെ കുടൽമാണിക്യ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ വർഷം തോറും കൂടിയാട്ടം അവതരിപ്പിക്കുന്നുണ്ട്. കൂടിയാട്ടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് ഏത്? കൂടിയാട്ടം. അത് ഏത് വർഷമായിരുന്നു അറിയാമോ? 2001 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഏതിനെ? കൂടിയാട്ടത്തിന്. അടുത്ത ചോദ്യം, 23ാമത്തെ ചോദ്യം. ഭാരത് ഭവൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ഭാരത് ഭവൻ സ്ഥാപിതമായ വർഷം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1988, ഓപ്ഷൻ സി 1984, ഓപ്ഷൻ ഡി 1980. ഭാരത് ഭവൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1984 ഭാരത് ഭവൻ സ്ഥാപിതമായത്. അടുത്ത ചോദ്യം കണ്ടോ, കഥകളിനെ കുറിച്ചിട്ട് 5ാമത്തെ ചോദ്യമാണ് അല്ലെ. 25 ക്വസ്റ്റ്യൻസ് അല്ല, 5 ക്വസ്റ്റ്യൻസും കഥകളിനെ കുറിച്ചിട്ടാണ്. ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് നൃത്തകലകൾ, അതിപ്പോൾ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, ആ രീതിയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ നോക്കിക്കുക, ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കഥകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സ്ത്രീ കഥാപാത്രങ്ങളും മഹർഷി കഥാപാത്രങ്ങളും കഥകളിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏത് വേഷത്തിലാണ്? സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പച്ച,
ഓപ്ഷൻ ബി പഴുപ്പ്, ഓപ്ഷൻ സി മിനുക്ക്, ഓപ്ഷൻ ഡി കരി. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏത് വേഷത്തിലാണ് അത് വന്നിരിക്കുന്നത്? ടോട്ടൽ എത്ര വേഷങ്ങളാണുള്ളത്? 5 വേഷങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? പച്ച, കത്തി, താടി, കരി, മിനുക്ക്. പഴുപ്പൊന്നുമില്ല, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. പച്ച, മിനുക്ക്, കരി മാത്രമാണ് ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ളൂ. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. അതിൽ സ്ത്രീ കഥാപാത്രങ്ങളും മഹർഷി കഥാപാത്രങ്ങളും കഥകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഏത് വേഷത്തിലാണ്? മിനുക്ക് വേഷത്തിലാണ് അല്ലേ. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, മിനുക്കാണ്. പച്ച എന്താണ്? സ്വാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷം, അതായത് ഇന്ദ്രൻ, അർജുനൻ. നമ്മൾ പറഞ്ഞായിരുന്നു, ഒന്നും കൂടി പറയാമെന്ന് മാത്രം. കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയത് കാരണം വീണ്ടും പറയുന്നത് മാത്രം. പച്ച എന്ന് പറയുമ്പോൾ സാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ്. കത്തിയോ ദുഷ്ട കഥാപാത്രത്തെ, കരിയാണെങ്കിൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ, മിനുക്കാണ് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷം. അവസാനത്തെ ചോദ്യം, 25ാമത്തെ ചോദ്യം. വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? വൈശാഖ മഹോത്സവം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൊട്ടിയൂർ, ഓപ്ഷൻ ബി ഏറ്റുമാനൂർ, ഓപ്ഷൻ സി ചെട്ടിക്കുളങ്ങര, ഓപ്ഷൻ ഡി ഗുരുവായൂർ. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? വൈശാഖ മഹോത്സവമാണ്. വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂരാണ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ കൊട്ടിയൂർ. അപ്പോൾ വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം കൊട്ടിയൂർ. നമ്മൾ പറഞ്ഞു ഈ കലയും സാംസ്കാരികവും എന്ന ടോപ്പിക്കിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നൃത്തരൂപങ്ങൾ എന്നാണ് അല്ലേ. അതിൽ ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഓരോ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. കേരളം നമുക്കറിയാം, കഥകളി മോഹിനിയാട്ടമാണ്. ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി. കുച്ചിപ്പുടി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആസാം ബിഹു, സാത്രിയ, ഒജപാലി എന്നിവയൊക്കെയാണ് ആസാമിലെ പ്രധാന നൃത്തരൂപം എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര തമാശ, പഠിക്കാൻ എളുപ്പമാണല്ലേ. മഹാരാഷ്ട്ര തമാശ. ഗുജറാത്ത് ചോദിക്കാറുണ്ട്, ഗർഭ. ഗർഭ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, മോഹിനിയാട്ടം കേരളം, ഭരതനാട്യവും തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ്. പ്രധാന നൃത്തരൂപമാണ് ഭരതനാട്യം. കുമ്മി, മയിലാട്ടം എന്നിവയൊക്കെ തമിഴ്നാട്ടിലെയാണ്. യക്ഷഗാനം എവിടത്തെയാണ്? കർണാടകയിലാണ്. യക്ഷഗാനം അല്ലെങ്കിൽ ബായലാട്ടം എന്ന് പറയുന്ന നൃത്തരൂപമൊക്കെ കർണാടകയിലെയാണ്. പഞ്ചാബിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? ബാഗ്രയാണ്. ഒഡീഷ, അത് പഠിക്കാൻ എളുപ്പമാണ്, ഒഡീസി. ഗുജറാത്തിൽ ഗർഭ മാത്രമല്ല, ദണ്ഡിയ, രാസ് എന്നീ നൃത്തരൂപമെല്ലാം എവിടുത്തെ പ്രധാനപ്പെട്ടതാണ്? ഗുജറാത്തിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഗർഭ, ദണ്ഡിയ, രാസ്. തമിഴ്നാട് നമ്മൾ പറഞ്ഞു, ഭരതനാട്യം, കുമ്മി, മയിലാട്ടം അല്ലെ. ബീഹാറിൽ ഏതൊക്കെയാണ്? ബിദേശിയ, ബീഹാർ ബിദേശിയ, ബി അങ്ങനെ പഠിച്ചാൽ മതി. ബീഹാർ ബിദേശിയ. കർണാടക യക്ഷഗാനവും അതുപോലെ തന്നെ ബായലാട്ടം. നോക്കിക്കേ, ബായലാട്ടം ഉണ്ട്, മയിലാട്ടം ഉണ്ട്. മയിലാട്ടം തമിഴ്നാടാണ്, ബായലാട്ടം കർണാടകയാണ്. കേരളം ഏതാണ്? കഥകളി മോഹിനിയാട്ടം അല്ലെ. രാജസ്ഥാൻ ഖയാൽ. ജമ്മു കാശ്മീരിലെ റൌഫ് എന്നുള്ളൊരു നൃത്തരൂപമാണ്. ജമ്മു കാശ്മീരിലെ പ്രധാന നൃത്തരൂപമാണ് ഏത്? റൌഫ് എന്ന് പറയുന്നത്. ജാർഖണ്ഡിൽ കർമ്മ, ഇത് പഠിക്കാൻ എളുപ്പമാണ്, കർമ്മ. ജാർഖണ്ഡ് കർമ്മ. മിസോറാമിലെ പ്രധാന നൃത്തരൂപമാണ് മുളനൃത്തം എന്നറിയപ്പെടുന്ന ചിറാവു കേട്ടോ. പശ്ചിമ ബംഗാളില് ചൗ ജാത്ര. ഉത്തർപ്രദേശിലാണ് കഥക്. കഥക് എല്ലാവരും തെറ്റിക്കാറുണ്ട്. കഥക് ഉത്തർപ്രദേശത്തെയാണ്. മധ്യപ്രദേശിൽ നിന്ന് പലരും എഴുതാറുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശല്ല, ഉത്തർപ്രദേശാണ്. കഥക് രാസലീലയെല്ലാം ഉത്തർപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ലോധ, മജ എന്നിവയാണ്. ഹിമാചൽ പ്രദേശില് നദി. ഓക്കെ. മേഘാലയ ഷാദ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ആണ് അല്ലേ. പിന്നെ ഏതാണ്? ഭരതനാട്യം എവിടെയാണ്? തമിഴ്നാടാണ്. മയിലാട്ടം തമിഴ്നാടാണ്. ബായലാട്ടം അത് കർണാടകയാണ്. കേരളത്തിന്റെ പ്രധാന നൃത്തരൂപം ഏതൊക്കെയാണ്? കഥകളിയും മോഹിനിയാട്ടവും. നൃത്തരൂപങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഗാനരൂപങ്ങളെ കുറിച്ചിട്ടാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ശങ്കരാഭരണമാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ശങ്കരാഭരണം. അപ്പോൾ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശ് രാഗമാണ്. ശങ്കരാഭരണം ജനഗണമന, വന്ദേ മാതരം ദേശ് രാഗം. ഇനി മഴ പെയ്യിപ്പിച്ചതായി പറയപ്പെടുന്ന ഹിന്ദുസ്ഥാനിലെ സംഗീതത്തിലെ രാഗം ഏതാണ്? മേഘമൽഹാറാണ്. മഴ പെയ്യിച്ചതായി പറയപ്പെടുന്ന ഹിന്ദുസ്ഥാനിലെ സംഗീതത്തിലെ രാഗം, ഹിന്ദുസ്ഥാനിലെ
സംഗീതത്തിലെ രാഗം ഏതാണ്? മേഘമൽഹാറാണ്. മഴ പെയ്ച്ചതായി പറയപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗം, അപ്പൊ 2 രാഗങ്ങളാണ് മഴ പെയ്പ്പിച്ചതായിട്ട് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഹിന്ദുസ്ഥാനിലെ സംഗീതത്തിലെ രാഗവും അതുപോലെ തന്നെ കർണാടക സംഗീതത്തിലെ രാഗവും അല്ലെ. ഹിന്ദുസ്ഥാനിലെ സംഗീതത്തിലെ രാഗം മേഘമൽഹാറാണ്. കർണാടക സംഗീതത്തിലെ രാഗം അത് അമൃതവർഷിണിയാണ്. അപ്പൊ രണ്ടിലും ഒരു വർഷം അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മേഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഹിന്ദുസ്ഥാൻ ആണെങ്കിൽ മേഘമൽഹാർ, കർണാടക സംഗീതത്തിലെ രാഗമാണെങ്കിൽ അമൃതവർഷിണി. അങ്ങനെ നമ്മൾ കലയും സാംസ്കാരികവും എന്ന ടോപ്പിക്കിൽ കുറേയധികം 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. മാരത്തോൺ MCQ ആയിരുന്നു. അതിന് പുറമെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.